നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം നമുക്കറിയാം ഇപ്പോൾ അടിക്കടി വാക്സിൻ എടുത്തിട്ടും ഇപ്പോൾ പേവിഷബാധയേറ്റ് ആളുകൾ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതലും ഇതുവരെയായിട്ടും ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, 7-8 വയസ്സ് മാത്രമുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിൽ പേവിഷബാധയേറ്റ് മരണമടയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ശക്തമായ നടപടി കൈക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ഇപ്പോഴിതാ മറ്റൊരാളുടെ വളർത്തുനായ ഓടിച്ചു, കടിയേൽക്കാതെ രക്ഷപ്പെടാൻ യുവതി ചാടിയത് 20 അടി താഴ്ചയിലേക്കാണ്. അതിൻ്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗ്രേറ്റർ നോയിഡയിലെ എക്കോ വില്ലേജ് 1 സൊസൈറ്റിയിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിരിക്കുകയാണ്. 37-കാരിയാണ് ഇപ്പോൾ പോഡിയത്തിൽ നിന്ന് വീഴുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ച യുവതിയെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവേശിപ്പിച്ചു, ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെന്നാണ് സൂചന. എന്നിരുന്നാലും അപകടനില തരണം ചെയ്തിട്ടില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിലാണ് പതിഞ്ഞത്. യുവതി നടന്നു വരുന്നതിനിടെ നായ കുരച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നതും ഇവർ പേടിച്ച് നടപ്പാതയുടെ കൈവരിയിൽ കയറുന്നതും പക്ഷേ പെട്ടെന്ന് തന്നെ ബാലൻസ് തെറ്റി താഴേക്ക് വീഴുന്നതുമാണ് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു വിഷ്വലിൽ ഇവർ വീഴുന്നത് കണ്ട് ഒരാൾ ഓടിയെടുക്കുന്നുമുണ്ട്. നട്ടെല്ലിന് പരിക്കേറ്റ ഇവരെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പതിവായുള്ള രാവിലെ നടത്തത്തിനാണ് അവർ പോയതെന്ന് യുവതിയുടെ ഭർത്താവും പറഞ്ഞു. മറ്റൊരു യുവതിയാണ് വളർത്തുനായുമായി എത്തിയത്. ഈ നായയാണ് ആക്രമണം നടത്തിയത്. 4 മാസം പ്രായമായ ഒരു കുഞ്ഞും യുവതിക്കുണ്ട്. പേവിഷബാധയ്ക്കെതിരെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലടക്കം വിവാദങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ ആരോഗ്യരംഗത്തേക്ക് ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇത് മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും പട്ടിയുടെ കടിയേൽക്കാതിരിക്കാനാണ് യുവതി ചെയ്തത്. പക്ഷേ വലിയ രീതിയിലുള്ള പരിക്കും മുറിവുകളുമാണ് ആ യുവതിക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്നത്. കേരളത്തിലടക്കം നായയുടെ കടിയേറ്റ ആഴത്തിലുണ്ടാവുന്ന മുറിവാണ് പലപ്പോഴും അപകട കാരണമാകുന്നതെന്നാണ് വിദഗ്ധരടക്കമുള്ളവർ പറയുന്നത്. അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ തെരുവുനായയുടെ കടിയേറ്റ് വിവിധ ജില്ലകളിലായി 3 കുട്ടികളടക്കം മരിക്കാനിടയായ സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിന്റേതടക്കമുള്ള വിശദീകരണം പുറത്തു വന്നത്. വാക്സിനെതിരായ പ്രചാരണം അപകടകരമാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. വാക്സിൻ ഫലപ്രാപ്തി സംബന്ധിച്ച് കൊല്ലം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് ചിന്തയുടെ നേതൃത്വത്തിലുള്ള സംഘം പഠനം നടത്തിയിരുന്നു. 2022-ൽ പേവിഷബാധയേറ്റ് 22-ലധികം മരണമുണ്ടായ സാഹചര്യത്തിലായിരുന്നു ഈ ഒരു പഠനം നടന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിവെന്റീവ് മെഡിസിനിലേതടക്കം 150-ലധികം സാമ്പിളുകളാണ് പരിശോധിച്ചത്. 5 വർഷത്തിനുള്ളിൽ വാക്സിൻ എടുത്ത എല്ലാവരിലും പ്രതിരോധത്തിനുള്ള പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം പൂർത്തിയായ ഈ പഠനം വാക്സിൻ ഗുണനിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഈ ഡോക്ടർ ചിന്ത പറയുന്നുണ്ട്. തൊലിപ്പുറത്തും മസിലിലും കുത്തിവയ്പ് നടത്തിയവരിൽ വാക്സിൻ ഒരുപോലെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിരുന്നു. ആഴത്തിലുള്ള മുറിവുകൾ കാരണം വൈറസ് നേരിട്ട് നാഡികളിലേക്ക് എത്തുന്നതാണ് അപൂർവമായെങ്കിലും മരണകാരണമാകുന്നത്. മുഖം, കൈകൾ എന്നിവിടങ്ങളിൽ കടിയേറ്റാൽ മൃഗത്തിന്റെ ഉമിനീര് നാഡികളുമായി സമ്പർക്കത്തിൽ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇത്തരം അവസരങ്ങളിലാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് മുമ്പ് തന്നെ വൈറസ് തലച്ചോറിലെത്തുന്നത്. അതായത് വളരെ വേഗത്തിൽ ആ ഭാഗങ്ങളിലൊക്കെയാണ് കടിയേൽക്കുന്നതെങ്കിൽ തന്നെ വൈറസ് തലച്ചോറിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. മൃഗങ്ങളുടെ കടിയേറ്റാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ ഭാഗം കഴുകുന്നതിലൂടെ പരമാവധി വൈറസിനെ ഒഴിവാക്കി അവ നാഡികളിൽ എത്താനുള്ള സാധ്യത കുറയ്ക്കാനും സാധിക്കും. കഴിയുന്നത്ര വേഗം എല്ലാ മുറിവുകളും 15 മിനിറ്റെങ്കിലും ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിലോ തുടർച്ചയായി വെള്ളം ഒഴിച്ചോ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. ചോര വരുന്ന എല്ലാ മുറിവുകളിലും ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ് ലഭിച്ചുവെന്ന് ഉറപ്പാക്കണമെന്നും അവർ പറഞ്ഞു. വാക്സിൻ എടുത്തവരിൽ രാജ്യാന്തര മാനദണ്ഡം അനുസരിച്ചുള്ള പ്രതിരോധം രൂപപ്പെടുന്നുണ്ടെന്നും 2022-ൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അടക്കം കണ്ടെത്തിയിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി ഇത്തരത്തിൽ എന്തെങ്കിലും പട്ടി കടിക്കാൻ മറ്റു വരുമ്പോൾ എത്രയും വേഗത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ ഓടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും ഇടങ്ങളിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കുമെങ്കിൽ അതും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും പട്ടിയുടെ ഏറ്റിട്ടുള്ള ആദ്യ മണിക്കൂറുകൾ വളരെ നിർണായകമായിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ ആദ്യം നല്ലപോലെ കഴുകാനാണ് ശ്രമിക്കേണ്ടത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഇതിനെതിരെയുള്ള വാക്സിൻ എടുക്കുകയും മറ്റും ചെയ്യണം. എന്നിരുന്നാലും കുട്ടികളടക്കം വളരെ വേഗത്തിൽ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ കടിയേൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് മുതിർന്നവരിലാണെങ്കിൽ കാലിലായിരിക്കും ഏറ്റവും കൂടുതൽ കടിയേൽക്കാനുള്ള സാധ്യത ഉണ്ടാവുക. പിന്നീട് വീഴുമ്പോൾ മാത്രമായിരിക്കും അവർക്ക് ദേഹത്ത് എവിടെയെങ്കിലും അരയ്ക്ക് മുകളിൽ ഏതെങ്കിലും ഭാഗത്ത് കടിയേൽക്കാനുള്ള സാധ്യത ഉണ്ടാവുക.
അതുകൊണ്ട് തന്നെയാണ് മുതിർന്നവരിൽ വാക്സിൻ എടുത്താലും വളരെ തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു വൈറസിനെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ നിർവീര്യമാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ കുട്ടികളിൽ നേരെ തിരിച്ചാണ്. അവർക്ക് നാഡീവ്യൂഹം ഏറ്റവും കൂടുതൽ കാണുന്ന കൈകളിലും അതുപോലെ തന്നെ കാൽമുട്ടുകളിലൊക്കെ തന്നെ കടിയേറ്റ് കഴിഞ്ഞാൽ, ഈ റാബിസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പ്രവർത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. ഇതുകൊണ്ട് തന്നെയാണ് കുട്ടികളിൽ മരണം പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ സംഭവിക്കുന്നതും.